ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ 5 വെൽഡേഴ്സിനെ കുറിച്ചാണ്. അവരെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി വിചാരിച്ചാൽ വേണമെങ്കിൽ നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആക്കാം. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇന്ന് നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 1350 സബ്സ്ക്രൈബേഴ്സാണ്. ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് സഹായിക്കാം. അത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വൺ പീസിലെ എഗ് ഡാർക്ക് കംപ്ലീറ്റ് ആയി, ഇപ്പോൾ എൽബാഫ് ആരംഭിച്ചു. പക്ഷേ എഗ് ഡാർക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വൺ പീസിലെ 5 വെൽഡേഴ്സും തൻ്റെ യോക്കായി ഫോംസ് യൂസ് ചെയ്യുന്നത്. ഓരോ ഫോംസും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പറായിരുന്നു. അത്രമാത്രം ടെറഫൈങ് ആയിട്ടുള്ള ഫോംസ് ആയിരുന്നു 5 വെൽഡേഴ്സിൻ്റെ ഓരോരുത്തരുടെയും ഫോം. അതുമാത്രമല്ല, അവരുടെ ഓരോ ഫോംസും അത്രമാത്രം പവർഫുള്ളും ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇവർ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ആയിരിക്കില്ലെന്നായിരുന്നു. ഇപ്പോൾ ഇവരുടെ പവർ റിവീലായി നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ 4 യോങ്കോസിനെ വേണേൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അതുമാത്രമല്ല, എഗഡിൻ്റെ അവസാനത്തോടു കൂടി നമ്മുടെ സാറ്റേണിനെ റീപ്ലേസ് ചെയ്ത് അത് നമ്മുടെ ഗാർലിംഗ് ഫിഗർലൻഡ് 5 വെൽഡേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. നമുക്കറിയാം, ഗാർലിംഗ് നമ്മുടെ ഷാങ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹോളിനൈറ്റ്സിൻ്റെ ക്യാപ്റ്റനായ ഷെംറോക്കിൻ്റെയും അച്ഛനാണ്. അപ്പോൾ ഗാർലിങ്ങിൻ്റെ പവർ എത്രമാത്രമായിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ വേണമെങ്കിൽ ഗാർലിങ്ങിന് നമ്മുടെ 5 വെൽഡേഴ്സിനുള്ളത് പോലെ തന്നെ യോക്കായി ട്രാൻസ്ഫോർമേഷനും നമ്മുടെ ഗാർലിങ്ങിന് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഇമു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇമു ആ പവർ കൂടെ നമ്മുടെ ഗാർലിങ്ങിന് കൊടുത്താൽ ഗാർലിങ് എത്രമാത്രം പവർഫുള്ളായി മാറും. ഓൾഡ് ഏജ് അദ്ദേഹത്തിന് തളർത്തിയിട്ടുണ്ടെങ്കിലും ഈ പവർ അദ്ദേഹത്തിന് കിട്ടുന്നതോടുകൂടി ഗാർലിങ്ങിന് സൂപ്പർ റീജനറേഷൻ, അത് പിന്നെ ആ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ എല്ലാം കൂട്ടി ഗാർലിങ് ഒരു അൺസ്റ്റബിൾ ഫോഴ്സായി മാറുകയും ചെയ്യും. പിന്നെ ഇവരെല്ലാവരും നമ്മുടെ മിത്തിക്കൽ സോയാൻ ടൈപ്പ് ഡെവിൽ ഫ്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഏകദേശം ഇവർക്ക് എല്ലാവർക്കും ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യുന്നത് പോലെ പവേഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, സാറ്റേണിന് നല്ല മുറിവുണ്ടാകുമ്പോഴും അതൊക്കെ എത്ര പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് ഇവരെ ഒന്ന് ഡാമേജ് വരുത്തണേ തന്നെ നമ്മുടെ പവർഫുൾ ഹാക്കി യൂസേഴ്സിന് മാത്രമേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സാധാരണ അറ്റാക്ക് കൊണ്ടൊന്നും ഇവർക്കൊന്നും പറ്റില്ലെന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് എഗഡിൽ. നമ്മുടെ ലൂഫിയുടെ അറ്റാക്ക് പോലും ഇവരെ കാര്യമായിട്ട് ഒന്നും ഏഷുന്നില്ല. അപ്പോൾ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഹാക്കി ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഷാങ്സിന് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് വൺ പീസിൽ ഇപ്പോൾ ഷാങ്സിന് മാത്രമേ 5 വെൽഡേഴ്സിനെ ഒരാളെയെങ്കിലും ഡിഫീറ്റ് ചെയ്യേണ്ട പവറുള്ളൂ എന്നാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലൂഫിയൊക്കെ ഇടയിൽ നമ്മുടെ സാറ്റേണിൻ്റെ എത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നുള്ളത്. എനിക്ക് സാറ്റേണിന് വലുതായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1v1 ഫൈറ്റിൽ നമ്മുടെ നെക്സ്റ്റ് ഒന്നും ലൂഫിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ലൂഫിയുടെ സ്റ്റാമിന അതിന് സമ്മതിക്കില്ല. നമുക്കറിയാം, ഗിയർ 5 യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ലൂഫി അൺകോൺഷ്യസ് ആകുന്നതായിരിക്കും തൻ്റെ പവർ ഓവറായി യൂസ് ചെയ്തതുകൊണ്ട്. ഇത് ലൂഫിക്ക് ഫൈറ്റിൽ വലിയൊരു ഡിസഡ്വാൻറ്റേജ് നൽകും. പക്ഷേങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിട്ടും നമ്മുടെ ലൂഫി ഈ പവേഴ്സ് എന്തായിട്ടും ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ മാസ്റ്റർ ചെയ്ത നമ്മുടെ 5 വെൽഡേഴ്സിനെ വേണേൽ ഒരുമിച്ച് തന്നെ നമ്മുടെ ലൂഫിക്ക് വേണേൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 5 വെൽഡേഴ്സിൻ്റെ യോക്കായി ഫോംസ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാത്ത വെറുതെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കധികം ടൈമും ഇല്ല. ഇനിയിപ്പോൾ ഏറൊക്കെ പണിക്ക് പോകണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ 6:45 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തമിഴ്നാട് ഉണ്ടാക്കണം, അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ വളരെ കഷ്ടപ്പെടുന്ന ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ മറ്റൊരു സംബന്ധിച്ച വീഡിയോ കാണുന്നത്. ബൈ ബൈ.